കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഒരിക്കൽ കിങ്ങിണിക്കാട്ടിൽ സൂത്രക്കാരനായ ഒരു കുരങ്ങച്ചനുണ്ടായിരുന്നു. മറ്റു മൃഗങ്ങളൊക്കെ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ അവരില്ലാത്ത സമയം നോക്കി തട്ടിയെടുത്ത് ഒറ്റയ്ക്കിരുന്ന് കഴിക്കലായിരുന്നു അവൻ്റെ പണി. മുയലച്ചൻ്റെ ക്യാരറ്റ്, പന്നിക്കുട്ടൻ്റെ ചോളമണികൾ, തത്തമ്മപ്പെണ്ണിൻ്റെ പഴുത്ത പഴം, കരടിക്കുട്ടൻ്റെ തേൻ, ഇതെല്ലാം കുരങ്ങച്ചൻ ചെന്ന് എടുത്ത് കഴിച്ചു തീർക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ കാട്ടിൽ വലിയൊരു വരൾച്ച വന്നു. മൃഗങ്ങൾക്കൊന്നും ഭക്ഷണമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് സൂത്രക്കാരൻ കുരങ്ങച്ചനും ഒരു ഭക്ഷണവും കിട്ടിയില്ല. തട്ടിയെടുക്കാൻ വല്ലതും കിട്ടണ്ടേ? കാട്ടിലൂടെ അവൻ അങ്ങനെ നടന്നു. അവിടെ കണ്ട ഒരു മരത്തിനടിയിൽ വിശ്രമിക്കാമെന്ന് കരുതി ചെന്നപ്പോൾ ആ മരത്തിൽ ഒരു പൊത്തവൻ കണ്ടു. അവൻ അതിനടുത്തേക്ക് ചെന്ന് നോക്കി. നല്ല മണം, നല്ല പൊരിച്ച മീനിന്റെ മണം, കൊതി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ പൊത്തിലേക്ക് തലയിട്ടു. പതുക്കെ അകത്തേക്ക് കയറി കുരങ്ങച്ചന്റെ ശരീരത്തിന്റെ 3/4 ഭാഗവും ആ പൊത്തിലേക്ക് കയറ്റി. ആ ഭക്ഷണപ്പൊതിയിൽ നിന്ന് ചോറും പൊരിച്ച മീനും കറികളുമെല്ലാം വാരി വാരി അവൻ കഴിച്ചു. പകുതി താഴെയും കളഞ്ഞു. ആ പൊതി അവിടെ വെച്ചത് ആരാന്നറിയുമോ? കാട്ടിൽ ഔഷധച്ചെടികളെ കുറിച്ച് പഠിക്കാൻ വന്ന കുട്ടികളുടേതായിരുന്നു ആ ഭക്ഷണപ്പൊതി. അവർ ആ മരപ്പൊത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ട് പോയതായിരുന്നു. അങ്ങനെ കുരങ്ങച്ചന്റെ വയറ് നിറഞ്ഞു. അല്പം വെള്ളം കുടിക്കാൻ തോന്നിയ കുരങ്ങച്ചൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി. പൊത്തിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? കുരങ്ങച്ചൻ എല്ലാ ഭക്ഷണവും കൂടി ഒന്നിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ കുരങ്ങച്ചന്റെ വയറങ്ങ് വീർത്ത് വലുതായി. അതുകൊണ്ട് എത്ര ശ്രമിച്ചിട്ടും കുരങ്ങച്ചന് പൊത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അയ്യോ, ആരെങ്കിലും വരണേ, രക്ഷിക്കണേ, ഒരബദ്ധം പറ്റിയേ. കുരങ്ങച്ചൻ ഉറക്കെ കരഞ്ഞു. ആ സമയത്ത് കുട്ടികൾ ഭക്ഷണപ്പൊതി എടുക്കാൻ തിരിച്ചു വന്നു. അവർ നോക്കിയപ്പോൾ കുരങ്ങച്ചൻ തങ്ങളുടെ ഭക്ഷണമെല്ലാം കഴിച്ച് പൊത്തിലിരിക്കുന്നത് അവർ കണ്ടു. കുരങ്ങ, നിന്നെ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അവർ അടുത്തേക്ക് ചെന്നു. കുരങ്ങച്ചന് ഇറങ്ങാൻ സാധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ കുട്ടികളിൽ ഒരാൾ മുന്നോട്ട് വന്ന് കുരങ്ങച്ചന്റെ വാലിൽ പിടിച്ച് വലിച്ച് താഴെയിട്ടു. കുരങ്ങച്ചനാകെ നാണക്കേട് തോന്നി. എന്നെ ഒന്നും ചെയ്യല്ലേ കുട്ടികളെ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഒരു അബദ്ധം പറ്റിയതാണ്, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നാണക്കേടുകൊണ്ട് കുരങ്ങച്ചൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കുരങ്ങച്ചന്റെ മണ്ടത്തരം കണ്ട് കുട്ടികൾ പൊട്ടിച്ചിരിച്ചു. പ്രിയ കൂട്ടുകാരെ, മറ്റുള്ളവരുടെ വസ്തുക്കൾ എന്ത് സാധനമായാലും അവരുടെ അനുവാദം കൂടാതെ എടുക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് കൂട്ടുകാർ ഓർക്കണേ. Hello friends, if you like our videos, please subscribe to our channel.